അച്ഛാ കൈ ശ്രദ്ധിച്ചോണേ. വേഗം ആവട്ടെ. എന്തായി ചെറിയ കഴിഞ്ഞോ? തരും. ആ പച്ചക്കറി വേഗം അരിയണേ. ഒന്ന് പെട്ടെന്നാവട്ടെ. ഞാനിത് അറിഞ്ഞോണ്ടിരിക്കില്ല, തിന്നല്ലോ. മോളെ, ആ ചന്ദ്രിക ജോലി എടുക്കുന്ന എന്തു വേഗത്തില. അത് വന്ദേ ഭാരത മുത്തശ്ശി. മോളെ, ഒരു തെറ്റ് ചെയ്തയാള് അതിനെപ്പറ്റി വേദനിക്കുകയോ കരയുകയോ ചെയ്യുമ്പോ പെട്ടെന്ന് അങ്ങ് തിരുത്താൻ വിടരുത്. അല്പനേരം അവർ സങ്കടമായിട്ടിരിക്കട്ടെ. എന്തുകൊണ്ട് അച്ഛനത് പറയുന്നറിയോ? സങ്കടമായാലും സന്തോഷമായാലും അതിനെക്കുറിച്ച് പിന്നീട് ഓർക്കണമെങ്കിൽ അത് മനസ്സിൽ തട്ടണം. അത് നമ്മളായിട്ട് തട്ടിക്കളയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ കുഴഞ്ഞു പോവില്ല അച്ഛാ. ഇയാൾ ഏതു നേരവും വിഷമായിട്ടിരിക്കുകയല്ലേ. എന്നാ മനസ്സിൽ പതിഞ്ഞോട്ടെന്ന് കരുതി ഞാൻ വിട്ടാലേ അച്ഛൻ ഇയാളെ ചിരിച്ച മുഖത്തോടെ കാണാൻ പറ്റുമോ? ഇതാണോ ഞാൻ പറഞ്ഞ ജയഭാരതിയമ്മ? ഇങ്ങനെയാണോ എന്റെ മരുമോൻ ചിന്തിക്കുന്നത്? അത് പറഞ്ഞിട്ട് കാര്യമില്ല തിരുമേനി. ചില നേരത്തെ അവനിത്തിരി പൊട്ടത്തരമുണ്ട്. ഒരു അവസരം കിട്ടിയപ്പോ എന്നെ കളിയാക്കുന്ന കണ്ടില്ലേ രാധികേ? അതെ ജയഭാരതിയമ്മേ, കൂടുതൽ നേരം ഇവിടെ ഇരിക്കണമെന്നില്ല. പോയി കിടന്നോളൂ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ആ, നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അതുകൊണ്ടാ ഞാനും ഇരിക്കുന്നത്. എന്നെ കൊണ്ട് വയ്യ ആ മുറിയിൽ ഒറ്റയ്ക്കിരിക്കാൻ. നിർബന്ധിക്കണ്ടമ്മേ. ഒന്ന് സ്മാർട്ടായി കഴിഞ്ഞാലേ സ്കൂളുകളല്ലേ എന്റെ മുത്തശ്ശി. മോളെ, ഇത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ തരാം. ഞാനൊരു കോമഡി പറഞ്ഞ ഇവന്റെ കോമഡിയാ. മോളെ രാധിക, കാലിന് വയ്യാത്തതാണേ. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണ്ട. അമ്മ ആരോടെ പറയുന്നത്? ഒരു കാര്യം പറഞ്ഞ അതൊന്നും മൈൻഡ് ചെയ്യുന്ന ആളോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതെ, എനിക്കൊരു കുഴപ്പമില്ല. നാളത്തെ സദ്യ നന്നായിട്ട് വിളമ്പി തീർത്ത് അവർ നല്ല അഭിപ്രായം പറഞ്ഞാലല്ലാതെ എന്നെ കൊണ്ട് വിശ്രമിക്കാൻ പറ്റില്ല. അതാട്ടോ. കണ്ടാ, ഒരു കാര്യമില്ല. ചേച്ചി, പിടിച്ച